ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യണമെങ്കിലും ശാസ്ത്രം ആണ് പ്രമാണം എന്ന് ആണ് പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം ജനങ്ങൾക്കും ശാസ്ത്രം അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അർജുനനൊരു സംശയമായി, ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ചെയ്താൽ ഇഹത്തിൽ സുഖമില്ല, പരത്തിൽ ഗതിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്താ ചെയ്യുക? അപ്പോൾ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുക അർജുനൻ. ഇവിടെ ആ സഭ നമുക്കൊക്കെ തോന്നേണ്ട ചോദ്യമാണ്. കാരണം എല്ലാവരും ശാസ്ത്രം അറിഞ്ഞോളണമെന്നില്ലല്ലോ, പഠിക്കാൻ സാധിക്കില്ലോ. അപ്പോൾ ചോദിക്കണം ഭഗവാൻ അർജുന ഉവാച ശാസ്ത്രമിതി മുത്സൃജ്യ വാർത്ത അല്ല ശാസ്ത്രം യേജന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠ തുകാ കൃഷ്ണ സത്വമാഹോ രജസ്തമ യേ യാതൊരു ശാസ്ത്രവിധിയും ഉത്സൃജ്യ അതിനെ വിട്ടിട്ട് തന്നെ യജന്തേ യജ്ഞം ചെയ്യുന്നു. പരോപകാര കർമ്മം ചെയ്യുകയാണ് യജ്ഞം എന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇപ്പം സാധാരണ നടന്നു വരുന്നതിനെ വെച്ചാൽ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹോമകുണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറേ സാധനങ്ങളൊക്കെ മന്ത്രം ചൊല്ലിയായിരിക്കും അങ്ങോട്ട് ഹോമിച്ചാൽ യജ്ഞയാണ് എന്നൊരു ധാരണ വന്ന് തീർന്നിരിക്കുന്നു. അത് ഞാനതിന് ചകിരികരിക്കുക എന്നാണ് പറയാറുള്ളൂ. അതിനിട്ടിട്ട് കുറേ മന്ത്രം ചൊല്ലിട്ട് അതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പരോപകാര കർമ്മം അല്ലെങ്കിൽ പരസ്പര സഹകരണ കർമ്മം, അതുകൊണ്ട് ഈ രാജ്യത്ത് വല്ലതും ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരാണ് യജ്ഞം. അഗ്നിയിലിട്ടാൽ അത് അഗ്നിയാവുമല്ലോ. അതുപോലെ നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടണം, അപ്പോഴേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. ശാസ്ത്രം അറിയില്ല. തേഷാം നിഷ്ഠ തുക്കാ കൃഷ്ണ, അവരുടെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ഉറപ്പ് ആയത് നിഷ്ഠ. രാവിലത്തെ കുളിൻ്റെ നിഷ്ഠയാണ്, ഞാൻ തെറ്റിലില്ല എന്നർത്ഥം. രണ്ട് തരം നിഷ്ഠയുള്ളത്, ഒന്ന് ജ്ഞാനനിഷ്ഠ, ഒന്ന് കർമ്മനിഷ്ഠ. ഭക്തി നിഷ്ഠ മാത്ര, അതുകൊണ്ട് അതിലേക്ക് പറയാറില്ല. കൃഷ്ണ സത്വമാഹോ, അയാളുടെ സത്ത് അതോ രജസ്സോ തമസോ ആണോ എന്നാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് തന്നെ വേണ്ടതാണ്. കാരണം എല്ലാവർക്കും ശാസ്ത്രം അറിഞ്ഞോളണമെന്നില്ലല്ലോ. അങ്ങനെ വന്നാൽ അല്ല, എന്നിട്ടോ ശ്രദ്ധയോട് കൂടിയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വാക്കാന്ന്, ശ്രദ്ധയോട് കൂടിയിട്ട്. ശ്രദ്ധയില്ലെങ്കിൽ ഒരു ഗുണമില്ല, ശ്രദ്ധയോടുകൂടി സാധിക്കും. ഇവിടെ ശ്രദ്ധയെ പറ്റി ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം രണ്ട് വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നിന് പേര് വിശ്വാസം, മറ്റേതിന് പേര് ശ്രദ്ധ. വിശ്വാസം ഒരു വിധത്തിൽ ശ്രദ്ധ തന്നെയാണ്. പക്ഷേ വിശ്വാസം രണ്ട് തരത്തിലാവാം. ശ്രദ്ധയോട് കൂടിയ വിശ്വാസമാവാം, മൂഢമായ വിശ്വാസമാവാം. നമ്മളിൽ പലർക്കും മൂഢമായ വിശ്വാസമുള്ളത്, അതുകൊണ്ടൊരു ഉപകാരമില്ല. അതെവിടെ പറഞ്ഞോളൂ, ശ്രദ്ധ വേണം. ഈ ശ്രദ്ധ എന്നുള്ളത് അനുഭവം കൊണ്ട് ഉണ്ടാവുന്നതിൻ്റെ പേരിലാണ് ശ്രദ്ധ. ആ വഴി കൂടി പോകണ്ട, അവിടെ വഴുക്കലുണ്ടോ എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, അന്ന് വഴുക്കിയിട്ടുണ്ട് എന്ന് ഇയാൾക്ക് അനുഭവമുണ്ട്. അപ്പം പോണ ആളോട് പറയും ശ്രദ്ധിച്ചോളൂ എന്ന് പറയുന്നത്. മറ്റല്ല, അവിടെ വഴുക്കലുണ്ടെന്ന് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അനുഭവമൊന്നുമില്ല, അപ്പോൾ മറ്റേ അനുഭവമില്ല. അതുപോരാ. അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാവുന്ന വിശ്വാസത്തിൻ്റെ പേരാണ് ശ്രദ്ധ. ശാസ്ത്രം അറിഞ്ഞാൽ പിന്നെ ശ്രദ്ധയുടെ പ്രശ്നമില്ല. കാരണം ശ്രദ്ധയില്ലാണ്ട് ശാസ്ത്രം ഉണ്ടാവില്ല. അതാണ്. അപ്പം ഇതിലെന്താ സാധിക്കണം ചോദിക്കുക. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറയുമ്പോൾ ശ്രദ്ധ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ശ്രദ്ധ തന്നെ 3 തരത്തിലുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിക്കുക. സാത്വിക ശ്രദ്ധ, രാജസ ശ്രദ്ധ, താമസ ശ്രദ്ധ, അങ്ങനെ 3 ഉണ്ട്. അതിൽ ശ്രദ്ധ മാത്രം പോരാ, ശ്രദ്ധ സാത്വികം കൂടി ആവണം. അതിന് എന്തൊക്കെയാണ് എന്നത് ഈ ശ്ലോകം, ഈ അധ്യായം ഇവിടെ വരുന്നത് 9-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകത്തെ ആസ്പദിച്ച. അവിടെ യജ്ഞം, ദാനം, തപമൊക്കെ എനിക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 9:27 പത്രം പുഷ്പം എന്നുള്ള പറഞ്ഞ ശ്ലോകത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ വിശദീകരണം അപ്പോൾ ഈ അധ്യായം തന്നെ ഭഗവത് പറഞ്ഞു. ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. സംസ്കൃതം കുറേശ്ശെ ഇങ്ങനെ ചെല്ലിക്കെട്ടാൽ ഒരു പ്രയാസമില്ല. ഇതിനൊന്നും വളരെ വലിയൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ത്രിവിധ 3 തരത്തിൽ എന്തുണ്ട്? ഭവതി ഭവിക്കുന്നു. എന്ത്? ശ്രദ്ധ. ആരുടെ? ദേഹിനാം, ദേഹമുള്ളത്. അത് സ്വഭാവജ,
സ്വഭാവം കൊണ്ടുണ്ടായതാണ്. അതിന് സാത്വികി ദശ, രാജസി ചൈവ താമസി, ഇങ്ങനെ അതിനെ ശൃണു, നീ കേൾക്ക്. എന്തിനാ അതിനിപ്പോൾ ഒരു വ്യാഖ്യാനമൊന്നും വേണ്ട. എന്നിട്ട് അപ്പോൾ വെറുതെ ശ്രദ്ധ പറഞ്ഞാൽ പോരാ, അതിൽ ഏത് ശ്രദ്ധ വേണമെന്ന് പറയാനാണ് പറഞ്ഞു. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത, ശ്രദ്ധാമയോയം പുരുഷ യോ യ ശ്രദ്ധ സ ഏവ സ. ഇതൊക്കെ വലിയൊരു വ്യാഖ്യാനം ആവശ്യമില്ല. സത്വാനുരൂപ, അവനവൻ്റെ സാത്വികമായതിനല്ലോ, അതിന് അനുരൂപമായിട്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ നിൽക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ തരത്തിലാവും. രാജസനൊരു ശ്രദ്ധ, താമസക്കാരന് വേറെ ശ്രദ്ധ, അതാത് ആളുകളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അത് പോവുക. അതെങ്ങനെയാണ് ശ്രദ്ധ? കാരണം എന്താ? ശ്രദ്ധാമയോയം പുരുഷ, ഈ പുരുഷൻ എന്തൊന്ന് ശ്രദ്ധയോ അവൻ അതുപോലെയാവണം. ഇപ്പോൾ ഈ ഭക്ഷിക്കാൻ പറ്റില്ലാത്ത താമസ ആഹാരമൊക്കെ കഴിക്കണുണ്ട്, അയാളുടെ ശ്രദ്ധ അതിലാ. അത് പിന്നെ നോർത്തില്ല, അതിലേ പോവുള്ളൂ. രജസ് ഭക്ഷണത്തെ പറ്റി ഇവിടെ പറയാൻ വരുന്നുണ്ട്. അതുമാതിരി രജസ്സുകാരനാണെങ്കിൽ അതിനൊരു പ്രത്യേക സംബന്ധമുണ്ട്, അതുണ്ടാവും. അതിനെ എന്ത് വേണം? മാറ്റേണ്ടി വരും. അവനവൻ്റെ ആ സാത്വികം രാജസം താമസം ഉണ്ടല്ലോ, അതിൽ മാറ്റം വരുത്തണം നമ്മൾ. എങ്ങനെ? തമസ്സിനെ തീരെ കളഞ്ഞ് രജസ്സിനെ ശുദ്ധീകരിച്ച് സത്വത്തെ എടുക്കുക. തമസ് കളയുന്ന വേണം, രജസ്സിനെ ശുദ്ധീകരിച്ചാൽ മതി, സത്വത്തിനെ സ്വീകരിക്കും വേണം. അത് സാധിക്കണം. ശ്രദ്ധാമയോയം യോ പുരുഷ. ഒരാൾക്ക് എന്തിലാണോ ശ്രദ്ധ, ഇപ്പോൾ പണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അയാൾ ഈ ഒരു തരം പറഞ്ഞാൽ മിൻറ്റിങ് മണി, കാശുണ്ടാക്കുക എന്നുള്ള മോഹം ഉണ്ടാവുള്ളൂ. നേരെ ആൾക്ക് കുടുംബത്തിൻ്റെ എല്ലാം ശ്രദ്ധ വെച്ചാൽ അതിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് രാജ്യത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് മതത്തിൻ്റെ ആണെങ്കിൽ അതിനെ ഉണ്ടാവും. എല്ലാവർക്കും ആർക്ക് എന്തൊരു ശ്രദ്ധയോ അവൻ അതിൽ വിദഗ്ധനും കേമനും. അപ്പോൾ ശ്രദ്ധ മാത്രം പോരാ, ശ്രദ്ധയ്ക്ക് 3 തരമുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇനി പറയണു. എങ്ങനെ? യജന്തേ സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാംശ്ചന്യേ യജന്തേ താമസാജന. സമ്പ്രദായം പറയണം. യജന്തേ യജിക്കുന്നു, സാത്വികാൻ ദേവൻ, സാത്വികന്മാരെന്ന് പറഞ്ഞാൽ സമാധാനമുള്ളവർ, ശാന്തന്മാർ. അങ്ങനെയുള്ള ദേവന്മാരെന്ന് പറയുന്ന അർത്ഥം ശക്തികൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ മാഗ്നറ്റിസിറ്റിയെ പറ്റിയോ തുടങ്ങിയില്ലേ, അവർക്ക് വേറെ ഒന്നുമില്ല, നല്ല കാര്യമാണ്. അവർ സാത്വികന്മാരാണ്. ഈ സയൻറ്റിസ്റ്റൊക്കെ അവർ തന്നെ താമസന്മാരുണ്ട് വയ്ക്കുക. അവർ ഈ എനർജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ആളെ കൊല്ലാന്നുള്ള ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്ന ആളുണ്ട്. അയാൾ മൂഢനായിട്ടുള്ള അല്ലെങ്കിൽ താമസ ശ്രദ്ധയുള്ള ആളാണ്. അയാളെ കൊണ്ട് ലോകത്തിന് ഉപകാരമില്ല എന്ന് മാത്രമല്ല അപകാരം ഉണ്ട്. ഇനി നോക്കൂ, ഇവിടെ പറഞ്ഞു സാത്വിക ദേവന്മാർ യക്ഷരക്ഷാംസി രാജസ. രാജസന്മാർ യക്ഷന്മാർ അവർ എപ്പോഴും പ്രവൃത്തികാരാണ്, പലതും പ്രവർത്തിച്ച് ചെയ്യണം. കേമനാണ്, ഉണ്ടാക്കി തീർക്കണം, അങ്ങനെ ചെയ്യണം. പ്രേതം എന്ന് പറയുന്നത് ഈ നമുക്കൊരു പേടിയായി പ്രേതം എന്നൊക്കെ പറയാം. ഈ പ്രേതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശവശരീരം എന്നർത്ഥം. സംസ്കൃതത്തിൽ പ്രേതം എന്ന് പറഞ്ഞാൽ ശവശരീരം, അതായത് ആത്മാവ് പോയ ശല്യേ. അപ്പോൾ ഈ സാധാരണ കിടക്കുന്ന ജഡങ്ങളൊക്കെ പ്രേതമല്ലേ, മറ്റതും പ്രേത ശരീരം എന്നാണ് പറയാം. ആ മാതിരി ഒന്നിനും ഭൂതഗണാൻ, പലതരം ഭൂതങ്ങളൊക്കെ ഇതൊക്കെ അവൻ്റെ വിശ്വാസമാണ്. ഇതൊന്നും ഇല്ല വാസത്തിൽ. ആരെങ്കിലും ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല, പറയാണ്. അവർ വിശ്വസിക്കുക. ഒരാൾ കണ്ടാൽ എല്ലാവരും കാണാൻ സാധിക്കണം. അപ്പോൾ ചേത്താണ്ടോ ചോദിക്കും, അതുണ്ട്. ആർക്ക്? അയാൾക്ക്. കാരണം അയാൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതും ഇല്ല. എന്നാൽ ചേത്താനില്ല. മറ്റല്ല, ചേത്താണ്ട് പറഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ കാണിച്ച, അതാണ് സയൻസ്. അതില്ല. ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമല്ലേ ഇതൊക്കെ ഉള്ളൂ. മറ്റേ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഹിപ്നോട്ടിസം എന്നൊരു പേരുണ്ട്. നല്ല മനോധൈര്യമുള്ള ആളെ ഹിപ്നോട്ടിസ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അയാൾ പലതും നോക്കും, അപ്പോൾ തന്നെ പറ്റില്ല, ആൾ മാറി പോകണമെന്ന് പറയും. കാരണം ദുർബല ഹൃദയന്മാരുണ്ടല്ലോ, അവരാണ്. അവരെ എന്ത് ചെയ്യുന്നു? യജന്തേ താമസ ജന. അവരങ്ങനെ ഈ തരത്തിൽ ചെയ്യുന്നു. ഭഗവാൻ അവിടേക്ക് എത്തണുള്ളൂ. പറയണു, അശാസ്ത്രവിഹിതം ഘോരം പപ്യന്തേ യേ തപോജന ബംബ അഹങ്കാര സംയുക്ത കാമരാഗ ബലാന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമം മചേതസ മാം ചൈവ അന്തശരീരസ്ഥം താൻ വിദ്യ ആസുര നിശ്ചയാൻ. വാക്കിനർത്ഥം തന്നെ പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവും.
അശാസ്ത്രവിഹിതം, ശാസ്ത്രത്തിന് വിഹിതം, അതായത് അനുഭവത്തിന് വിരുദ്ധം. ശാസ്ത്രത്തിന് അനുഭവമുള്ളത് അത് അങ്ങനെയാണ്. ഇപ്പോൾ ഘോരം എന്ന് പറഞ്ഞാൽ വലിയ അപകടം ഉണ്ടാക്കുന്നത്. ദയ അല്ലെങ്കിൽ സ്നേഹം ഇതൊന്നും ഉണ്ടാവില്ല അവർക്ക്, ഘോരമാണ്. തപ്യന്തേ ഏ തപോജന, ആരാണോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വാസ്തവന് ഈ മനുഷ്യനെ കൊല്ലുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ ബോംബും ഉണ്ടാകുന്നതൊക്കെ വാസ്തവത്തിൽ താമസന്മാരാണ്. അവർക്ക് സ്വന്തമായ കാര്യം എന്നിട്ട് അതൊന്ന് പണം ഉണ്ടാക്കുക, മറ്റവനെ കൊന്നിട്ട്. അതിലൊന്നും ശാസ്ത്രജ്ഞനെന്ന് പറയാനേ അവകാശമില്ല. ഒരു തരം ചെകുത്താൻ്റെ സ്വരൂപം അവർക്ക്. അതെന്താണ്? ദംഭ അഹങ്കാര സംയുക്ത. ഓരോ വാക്കിന് ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ദംഭം. ഞാനതിൻ്റെ കേമെന്ന് കേൾക്കുന്നുണ്ട് അഹങ്കാരം സംയുക്ത. അവർ അതിനെന്താ കാരണം? കാമ രാഗ ബല അന്വിത. കാമം രാഗം ബലം, ഇതാണ് അവരുടെ മുദ്രാവാക്യം. ഞാൻ ഇതിൻ്റെ മുമ്പത്തിലേ പറഞ്ഞത് എൻ്റെ സംസ്കാരമാണ് നല്ലത്. കാരണം എന്താ? അത് എൻ്റെ ആവുകൊണ്ട്. അതുകൊണ്ട് എന്ത് വേണം? പണമൊക്കെ എനിക്ക് കിട്ടണം. അത് തരില്ലെങ്കിൽ അവനെ കൊല്ലണം. ഇതാണല്ലോ മൂന്നെണ്ണാണല്ലോ. അത് തന്നെ പറയുന്നത്. അവർ മാംച അന്തശരീരസ്ഥം. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരേ ഒരു ബോധശക്തിയായിരിക്കുന്നത്. അത് ഇവരറിയണില്ല. ഇതൊക്കെ വ്യത്യസ്തമാണെന്നാണ് അവർ തോന്നുന്നത്. അവർക്ക് ഈ ഏകത്വത്തിൻ്റെ ഭാവനയില്ല. അവർക്ക് എപ്പോഴും ഞാനും പരനും വേറെയാണെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ള എന്ത് താൻ വിദ്ധി ആസുര നിശ്ചയാൻ. ഇങ്ങനെയുള്ള ആളുകളെ വിദ്ധി വെച്ചാൽ അറിഞ്ഞോളണം, വിധിയാണ്. അങ്ങനെയുള്ള ആളുകളെ സുരന്മാർ കൊടുക്കുന്ന ആൾ, അസുരന്മാർ കൊടുക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നന്മ ചെയ്യാത്ത ആളുകൾ അവർ അറിയണമെന്ന് പറയുന്നത്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഈ നാവുമ്പിൽ കൂടി ശൂലം കുത്തിട്ടും അങ്ങനെ ചിലരൊക്കെ പലതരത്തിലും കാണാറുണ്ട്. ശരിക്കും മൂഢതയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതാ ശരി തോന്നുന്നു. അതിനൊന്നും യാതൊരർത്ഥമില്ല. ഭഗവത്ഗീത അല്ലെങ്കിൽ ഈ വക ശാസ്ത്രം പഠിക്കാത്ത ഏതെങ്കിലും പ്രേത പിശാചുകളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അവർ നോക്കിക്കോളൂ, എപ്പോഴും അവർക്ക് അശാന്തിയ ജീവിതത്തിൽ. സമാധാനം എന്നുള്ളത് അവർക്ക് ഇല്ല, ഉണ്ടാവില്ല. മാത്രമല്ല അവർക്ക് ഉണ്ടാവണം എന്നൊരു വിചാരവും അറിയില്ല അവർക്കത്. അവരെ സംബന്ധിച്ചോളം ഇതൊക്കെ തന്നെയാണ് കേമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള ആളെ ഭഗവാൻ ആ ശ്രദ്ധ എന്താന്ന് പറയാനാണ് പറഞ്ഞിട്ട്. ഇങ്ങനെ വരുമ്പോൾ ഗീതയിൽ മാത്രമേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ആഹാരത്തെ ആശ്രയിച്ചിട്ടാണെന്ന് പറയാം. ആഹാരം എന്ന് പറഞ്ഞാൽ ഈ വായയിൽ കൂടി കഴിക്കുന്നത് മാത്രമെന്ന് വിചാരിക്കരുത്. 5 ഇന്ദ്രിയങ്ങൾ കൂടി പോകുന്ന ആഹാരങ്ങളും സാത്വികമാണ്, എന്നാലേ ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ആദ്യം പറയാൻ വേണ്ടത് പ്രധാനം വായയിൽ കൂടിയാണല്ലോ. അതുകൊണ്ട് അതിനെ പറയാം. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധ ഭവതി പ്രിയ യജ്ഞസ്തപസ്തദാ ദാനം തേഷാം ഭേദം ഇമം ശൃണു. പ്രയാസമില്ലാത്തതാണ്. ആഹാരം ആവട്ടെ സർവസ്യ എല്ലാവരുടെയും ത്രിവിധ 3 തരത്തിൽ ഭവതി പെടണം. സാത്വിക ആഹാരം, രാജസാഹാരം, താമസാഹാരം. മാത്രമല്ല യജ്ഞം, തപസ്, ദാനം ഇതുണ്ടല്ലോ, ഇവയ്ക്കുമുണ്ട് ഈ സാത്വികം, രാജസം, താമസം. അപ്പോൾ തേഷാം അതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഭേദം ശൃണു, നീ ശ്രദ്ധ വെച്ച് കേൾക്ക്. ഇത് നമ്മൾ പഠിക്കേണ്ട കഥയാണ്. കാരണം ഇതൊന്ന് പറയാണ്ടേ ആയിരിക്കണം. ഈ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇന്ന് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് ആഹാരമാണ്. അതിൻ്റെ ഫലം നമ്മൾ കാണുന്നത് മുഴത്തിന് 3 ആസ്പത്രിയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തൃശ്ശൂരായിട്ട് പോകണ ഒരു ആസ്പത്രി കാണുകയാണെങ്കിൽ, അല്ലാണ്ട് പോയില്ല. കാരണം സൂക്കടൊന്നും ഉണ്ടാവാറില്ല. അപ്പം അത്ര മനസ്സില്ല ഭക്ഷണമൊക്കെ ചെയ്യുന്നത്. ഇന്ന് ആസ്പത്രിയിൽ സ്ഥലമില്ല, കട്ടിലിൻ്റെ ചോട്ടിലും ആളാണ്. കാരണം അത്ര ഈ ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ട്. ഇത് വളരെ ശരിയായിട്ടുണ്ട്. എങ്ങനെ വേണം? സംസ്കൃതം ശ്രദ്ധിച്ചാലോട്ട് പ്രയാസം എന്ന് വീണ്ടും പറയാണ്. ആയു സത്വബല ആരോഗ്യ സുഖ പ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദയ ആഹാര രാജസ സാത്വിക പ്രിയ. ഇത് കേട്ടാൽ പോരാ. ഈ കേൾക്കണ ആളുകളൊക്കെ ഞാൻ എന്ത് തരം ആഹാരം കഴിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അപകടം ഉണ്ടെങ്കിൽ അത് മാറ്റണം. എന്നാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കണം. ഇത് ഗീത അങ്ങനെ വായിച്ച് ചെല്ലിയിട്ട് ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ മറ്റേ തരം ആഹാരം കഴിക്കുകയാണെങ്കിൽ എന്ത് കാര്യമുള്ളത്? നമ്മളുടെ ഈ പ്രസംഗം കേൾക്കലല്ലോ, അത് പ്രായോഗിക ജീവിതത്തിൽ അനുഭവം കൊണ്ടുവരണ്ടേ.
ഞാൻ ഇതൊക്കെ വായിച്ചിട്ടാണ് ജീവിതത്തിൽ വളരെ മാറ്റം വന്നതും. ആഹാരമൊക്കെ സാത്വിക ആഹാരം മാത്രമേ കഴിക്കുള്ളൂ എന്നൊരു 10-50 കൊല്ലായി. അതിൻ്റെ വളരെ വ്യത്യാസം കാണാനുണ്ട്. 10-52 വയസ്സായിട്ടും എനിക്ക് ആരോഗ്യത്തിന് കേട്ടില്ല. എനിക്ക് ഒരു ആസ്പത്രിയിൽ പോകേണ്ട കാര്യം വന്നിട്ടില്ല. മറ്റത് അങ്ങനെയല്ല, ദിവസവും ആസ്പത്രി കൊണ്ടുവരും. ചിലപ്പോൾ ഈ ചീരാപ്പ് കുടിക്കാമെന്ന് കഴിയും, മഴ ചെറുവിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലേശത്തിരി ഭക്ഷണത്തിൽ നെയ്യോറ്റ് അധികം പെട്ടാൽ കുറച്ചൊരു ഭക്ഷണം അങ്ങനെ വരാറുണ്ട്. അത് ഒരു ദിവസം കഴിഞ്ഞാൽ മാറി. കാരണം സിസ്റ്റം മാത്രം ശരിയാണ്, വേണ്ടാത്തൊന്നും കഴിക്കില്ല. എന്താ നോക്കുള്ളൂ, സത്വബല ആരോഗ്യം, ആയുസ് വളരണം. അത് സത്വം എന്ന് പറഞ്ഞാൽ മനസ്സിന് സാത്വിക ഗുണങ്ങൾ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് വളരുന്നതാവണം. ബലവും വേണം. ബലത്തിന് തന്നെ 2 തരമുണ്ട്. മറ്റവനെ ഉപദ്രവിക്കുന്ന ബലമല്ല, അത് ശക്തിയാണ്. ഇത് ബലമാണ്. വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. മനോബലവും ശരീരബലവും. അതിന് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ എന്നാ ബലം. ആരോഗ്യം അത് എങ്ങനെയാണ്? സുഖപ്രീതി വിവർധനം. അത് കഴിക്കുമ്പോൾ മനസ്സിന് എപ്പോഴും സുഖമുണ്ടാവും. ഇങ്ങനെയുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ ഫലങ്ങളുണ്ടല്ലോ, ധാന്യാഹാരം, അല്പം പാലോ കാര്യങ്ങൾ, ഇതാണ് ശരിയായിട്ടുള്ള സാത്വിക ആഹാരം. അത് മതി. ഫലങ്ങളിപ്പോൾ നമ്മുടെ ഇപ്പോൾ ചക്ക മാങ്ങയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്, ഒരു കേടില്ല. ചക്കയ്ക്ക് ഉണ്ട് അത്യാവശ്യം, അതെ, മാങ്ങയ്ക്ക് ഒട്ടും കേടില്ല. അപ്പം അതിനെ കുമ്പളങ്ങ, മത്തങ്ങ നമ്മുടെ പറഞ്ഞല്ലോ. അത് തന്നെ ചിലതൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ല. പണ്ടൊക്കെ ഈ മുരിങ്ങക്കായും ഈ ധർമ്മത്തെന്ന് പറയും കർമ്മൂസൊക്കെ ഉണ്ടല്ലോ, അത് താമസ അതിന്, അതുകൊണ്ട് കുറച്ചേ കഴിക്കാറുള്ളൂ. തീരെ അല്ല, അത്യാവശ്യം വന്നിട്ട് കഴിക്കും. നല്ലത് കേരളത്തിൽ ഏറ്റവും നല്ലതായിട്ട് നോക്കി പറഞ്ഞിട്ടുള്ളത് നേന്ത്രക്കായും ചേനയാണ്. ചേനയും നേന്ത്രക്കായും പനി പിടിക്കുന്ന ആൾ കഴിച്ചാലും കൂടിയും പനിക്ക് യാതൊരു കൂടുണ്ടാവില്ല. ഏറ്റവും നല്ല, അതുകൊണ്ടാണ് ചേനയും കായും ഈ നേന്ത്രക്കായും കൂട്ടിയിട്ടാണ് ഈ കാളൻ്റെ 2 സാധനം ചേനയും കായാണ്. കാളൻ കൂട്ടിയാൽ ഒരു സൂക്കടും വരില്ല. വളരെ നല്ലതാണ്, വളരെ സാത്വികമാണ്. അപ്പോൾ സത്വബല, സുഖപ്രീതനം. രസം ഉണ്ടാവണം. സ്നിഗ്ധ, ലേശം മെഴുക്ക് എന്നാവും. അതായത് ഒന്നുകിൽ ഉള്ളിച്ചെണ്ണയോ എണ്ണയോ നെയ്യോ, സ്നിഗ്ധ, അത് സ്ഥിരമാണ്. അതെങ്ങനെയാണ്? ഹൃദ്യം വെച്ചാലോ കഴിക്കാൻ ഒരു രസമാണ്. അതിനൊരു നല്ല ഹൃദ്യമായിട്ട് ഇതാണ് ഭക്ഷണം എന്ന് പറയാറില്ലേ. കഴിച്ചാൽ വല്ലാണ്ട് എരുണ്ടാവുക അല്ലെങ്കിൽ വല്ല കയ്പുണ്ടാവുക, അതൊക്കെ ഹൃദ്യമല്ല. ഇതങ്ങനെയല്ല, വളരെ ഹൃദ്യം. അങ്ങനെയുള്ള ആഹാരങ്ങൾ സാത്വിക പ്രിയ. അയാളിൽ ഈ സത്വഗുണം അധികം ഉണ്ടാവുക, ആ ആൾക്കത് പറ്റുള്ളൂ. അയാൾ ഈ മാതിരി ആഹാരം കഴിക്കുക. അപ്പോൾ അയാൾക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും തന്നെ ഉണ്ടാവും. ശാസ്ത്രം വേണ്ട, ഇത് ശാസ്ത്രത്തിന് പറഞ്ഞിട്ടാ ചെയ്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധ ഉണ്ടായാൽ മതി. ആഹാരത്തിൽ ഈ മാതിരി കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ ശാസ്ത്രം അറിഞ്ഞില്ലെങ്കിലും ശാസ്ത്രം പറഞ്ഞതാതൊക്കെ. അപ്പോൾ ശ്രദ്ധ കൊണ്ട് തന്നെ അത് സാധിക്കും എന്ന് പറയും, കിട്ടും. ഇനി രണ്ടാമത്, ഇതൊക്കെ വീണ്ടും പറയട്ടെ, ചെല്ലാനുള്ളതല്ല. എന്താണ്? കട്ടു, അമ്ല, ലവണ, അത്യുഷ്ണ, തീഷ്ണ, രൂക്ഷ, വിദാഹിന, ആഹാര, രാജസശ്രേഷ്ഠ, ദുഃഖശോക, അമയപ്രദ. കട്വം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് കയ്പുള്ളത്. ഈ കയ്പയ്ക്കൊക്കെ തന്നെ അതിൽ പെടും അല്ലോ. നന്നെന്ന് വെച്ചാൽ അതിൻ്റെ കയ്പിന് വലിയ കുഴപ്പമില്ല. എങ്കിലും ചിലതരം ഈ ആഹാരങ്ങളൊക്കെ ലേശം ഒരു കശപ്പ് വരുന്നുണ്ട് എന്നല്ലോ. ഈ കായമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു മുണണ്ടാക്കാനാണ്. അതുകൊണ്ട് യാതൊരു ആവശ്യമില്ല. ആരോഗ്യത്തിന് നന്നാണ്. എങ്കിലും അതിൽ നന്ന് എന്ത്, ഇപ്പോൾ ഈ വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനേക്കാൾ നല്ലതാണ്. മാത്രമല്ല കയ്പയ്ക്ക് നമ്മൾ അത് കുറേ വറക്കാൻ ഉപയോഗിക്കുന്നു. ഈ വറുത്ത ഭക്ഷണം ഉണ്ടല്ലോ, അത് ദഹിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് ഈ വറവുകൾ കഴിയണത്ര വേണ്ടാക്കിയാൽ നല്ലത്. നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലൊക്കെ ആകുമ്പോൾ വിഷമം വരും. അപ്പോൾ വേവിച്ചിട്ട് കഴിക്കാതിരിക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ കായവറുത്തൊക്കെ ഉണ്ടല്ലോ, അത് അധികമായാൽ അപകടമുണ്ട്. ഇപ്പോൾ ഈ മാംസമൊക്കെ തന്നെ ഇപ്പോൾ 1 കിലോ ഒക്കെ ഉണ്ടോ അത്രേ, എനിക്ക് പരിചയമില്ലല്ലോ അത്. കാരണം അത് കുറേ കൂടി എന്താ പറയുക, ദഹിക്കാൻ വിഷമമുള്ള ഫുഡാണ്. അതുകൊണ്ടാണ് അത് കരുതവർ. കട്ടുക, അമ്ളം എന്ന് പറഞ്ഞാൽ പുളി, ലവണം ഉപ്പ്, അത്യുഷ്ണം തീഷ്ണം എരിവ്, വിദാഹിനം ദാഹം വരുന്നത്. ഇത് വായിച്ചിട്ട് ഇത് ആഹാര ഇതൊക്കെ രാജസന്മാർക്ക് ഉണ്ടാവുന്നത്. അന്നേരം എന്തുകൊണ്ട് നോക്കൂ, ആദ്യം ഇവിടെ 1-ാം ശ്ലോകത്തിൽ
ഗുണം എന്താന്ന് പറഞ്ഞു. ആയുഷത്ത് ബലോരോഗ്യ എന്നല്ലോ. എന്നിട്ട് എന്താണ് രസ്യ അതിൻ്റെ സമ്പ്രദായം പറഞ്ഞു. ഇവിടെ ആദ്യം എന്ന് പറഞ്ഞു, ആദ്യം അതിൻ്റെ വസ്തുക്കളെ പറഞ്ഞു, എന്നിട്ട് പിന്നെ ചുവട്ടിലെ ഗുണം പറഞ്ഞു. അവിടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഉപ്പ് ലേശം വേണ്ടേ, ഇത് ഉപ്പ് പാടില്ല കൊള്ളൂ, വേണ്ട എന്നുള്ളതിന് വിനോബാജി അസലൊരു ഉദാഹരണം പറയുന്നത്. ജനിച്ച കുട്ടി, ആ കുട്ടി ഒരു 6 മാസം കൊണ്ട് ചോറ് കൊടുക്കാറാവുന്ന വരെ ഏറ്റവും അധികം വളരുന്നത് അപ്പോഴാണ്. ഒരു 2-2.5 കിലോ ഉണ്ടാവുള്ളൂ. അതൊരു 5-6 കിലോയ്ക്ക് പോകും. ഈ 6 മാസം ആവില്ല, 5 മാസത്തിലാണ് ചോറ് കൊടുക്കുക. ഏറ്റവും അധികം ഡെവലപ്മെൻറ്റ്. ആ കുട്ടി ഇഷ്ടപ്പെടുന്ന ആഹാരമാണല്ലോ പ്രകൃതി പറയുന്നത്. പാല് അങ്ങനെ നാവുമ്പിൽ വെച്ചാൽ ആ കുട്ടി ഇഷ്ടപ്പെടും. നല്ല വെണ്ണ, മോരുണ്ടാവരുത്, വെച്ചാൽ അത് ഇഷ്ടപ്പെടും. മോര് ലേശം വെച്ചാൽ അപ്പം ഒന്ന് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ചുണ്ടിങ്ങനെയോ അതിന് ഇഷ്ടമല്ല, പുളി വയ്യ. നിങ്ങൾ ഒരു ലേശം ചായയുടെ അവിടെ വെച്ച് നോക്കും, ചായ അതിനിഷ്ടമല്ല. അതുപോലെ ഉപ്പ് വെച്ചാൽ ഒട്ടും വരണ്ട, അപ്പം മുഖം ഇങ്ങനെയാക്കും, ചോദിക്കും. മുളക് വെച്ചാൽ കുട്ടി പിടയും. അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു വ്യക്തത. പിന്നെ ചോറൂണ് കഴിഞ്ഞാൽ നമ്മൾ കുറേശ്ശെ ഈ ഉപ്പും മുളകും ഇങ്ങനെ തേച്ചിട്ട് പിന്നെ ഇത്തിരി കഴിഞ്ഞാൽ ഉപ്പും മുളകില്ലാണ്ട് വയ്യാന്നൊരു കാര്യം വന്നു. മാത്രമല്ല ഇതിനൊക്കെ വളരെ രസമാണ്. ഈ ഉപ്പില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാമെന്നില്ലെങ്കിൽ ലോകത്തിൽ ചില സ്ഥലത്ത് തീരെ ഉപ്പ് കിട്ടാത്ത സ്ഥലമുണ്ട്. അവിടെ മനുഷ്യരുണ്ട്, ജന്തുക്കളുണ്ട്. അത് മാത്രമല്ല, ജന്തുക്കളാരും ഉപ്പ് കൂട്ടാറില്ല. ഈ മനുഷ്യൻ വളർത്തുന്ന ജന്തു മാത്രമേ ഉപ്പ് കൂട്ടുന്നുള്ളൂ. അപ്പോൾ ജീവിക്കാൻ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഉപ്പിൻ്റെ യാതൊരു ആവശ്യമില്ല. മാത്രമല്ല, ഉപ്പ് അധികം ഉണ്ടാകുമ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ വിഷമമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, 12 കൊല്ലം നിങ്ങൾ തീരെ ഉപ്പ് കൂട്ടിയില്ല വരിക്കുക, എന്നാൽ പാമ്പ് കടിച്ചാൽ വിഷം കയറില്ല അത്രേ. പിന്നെ ഈ ഉപ്പുണ്ടാവുന്നതാണ്. 12 കൊല്ലം ശരിക്കും ഉപ്പ് കൂട്ടാണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ പാമ്പ് കടിച്ചാൽ പാമ്പ് ചാവാലുണ്ട്, ഇയാൾക്ക് യാതൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ അതിനെ പരീക്ഷിക്കാൻ പോണില്ല എന്തായാലും. അല്ല, അങ്ങനെ പറയണു എന്നല്ല. ഈ വക കാര്യങ്ങൾ ആർക്കിഷ്ടം? രാജസന്മാർക്ക് ഇതൊക്കെ ഇഷ്ടം. നമ്മളിൽ അധികം പേരും ഈ രാജസന്മാരാണ്. പ്രത്യേകിച്ചും നോക്കുള്ളൂ, ഈ വക സാധനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഹോട്ടലിലില്ല. കാരണം നാളെയും വരണുള്ള ആൾ ഇങ്ങനെ ഈ രസം കൊണ്ടേ. മറ്റേ സാത്വിക ആഹാരമാണെങ്കിൽ പിറ്റേ ദിവസം ഹോട്ടലിലേക്ക് പോയില്ല. അതങ്ങനെയല്ല. എന്താ ഗർഭമുള്ള ദോശയില്ലേ, മസാല ദോശയൊക്കെ, അതിന് വേണ്ട ആ മാതിരി സാധനങ്ങൾ. പിന്നെ വല്ലാണ്ട് തണുപ്പ്, അങ്ങനെ പലതുണ്ടല്ലോ. ഇതൊക്കെ രാജസന്മാരെയാണ്. ഇനി മൂന്നാമത് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണാദ്യം പറഞ്ഞു. യാതയാമം ഗതരസം പൂതി പരീക്ഷിതം യത് ഉച്ഛിഷ്ടമപ്പി ചാമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം ഉണ്ടാക്കിയിട്ട് ഒരു യാമം, അതായത് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ രസത്തിന് പോരും. അപ്പോൾ കഴിയണത്രേ ഉണ്ടാക്കി ഒന്ന് ചൂടാറിയാൽ അപ്പോഴാണ് കഴിക്കാൻ. യാതയാമം ഗതരസം, അതിൻ്റെ രസം പോവുക. ഗസം എന്ന് പറയാന്ന് പറഞ്ഞാൽ പൂതി പരീക്ഷിതം, അതായത് ചീക്കുക അല്ലെങ്കിൽ നൊരയ്ക്കുക ഒക്കെ അല്ലേ. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വാര്യത്ത് ദോശ, ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. കാരണം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഒന്ന് പൊളിച്ചിട്ടുണ്ടേ, അപ്പോൾ ഉണ്ടാക്കില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ അന്ന് കോഴിക്കോട്ടേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കി അപ്പം കഴിക്കുക. അപ്പം അങ്ങനെയല്ല. അപ്പം എല്ലാം വാരും നമ്പൂരിയൊന്നും വ്യത്യാസമില്ല. ഒക്കെ എന്താ ഈ ബേക്കറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുക, ഇഡ്ഡലിയും കൂടി അവിടെ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വക കാര്യങ്ങളൊക്കെ യാതയാമം ഗതരസം പൂതി. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കഴിച്ചിട്ട് ബാക്കി കടിച്ചതാവണമെന്നില്ല. അപ്പോൾ പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ പകുതി എടുത്തിട്ട് ബാക്കി വന്നാൽ അത് നിങ്ങൾ കഴിക്കുക, അതായാലും ഉച്ഛിഷ്ടം തന്നെയാണ്. ചിലർ മറ്റും കഴിച്ചാൽ ബാക്കിയും കഴിക്കാറുണ്ട്, അത് ഇല്ല. ഉച്ഛിഷ്ടം അമേധ്യം എന്ന് പറഞ്ഞാൽ അശുദ്ധമായത്. ഈ മലത്തിനാണ് മേധ്യം എന്ന് പറയാം. അമേധ്യം, മേധ്യമല്ലാത്തത്, ആ മാതിരി അശ്വല്ലേ. അങ്ങനെയുള്ള ഭോജനം താമസപ്രിയം. താമസന്മാർക്ക് എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, ഒരു പ്രത്യേകത. ഭഗവത്ഗീത ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. അപ്പം ശാസ്ത്രം പറഞ്ഞു ഇന്നതൊക്കെ സാത്വികമാണ്, ഇന്നതൊക്കെ രാജസാണ്, ഇന്നതൊക്കെ താമസമാണ്. കാര്യം കഴിയും. ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. ശാസ്ത്രം പറയണത് തീയാണ്, തൊട്ടാൽ പൊള്ളും, പണി തൊട്ടുള്ളൂ, തൊട്ടാണ്ടിരിക്കുന്നുള്ളൂ പറയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ രസികത്വം. ഇന്നത് കഴിക്കണം എന്നൊന്നും ഭഗവാൻ പറയില്ല. ഇതാണ് ഗുണം. ഇപ്പോൾ അതാണല്ലോ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധയിൽ ത്രയ 3 ശ്രദ്ധയാണ്. സാത്വിക ശ്രദ്ധ ഉള്ള ആൾക്ക് എന്നത്, രാജസർക്ക് താമസം ഇഷ്ടം വരച്ച ഭഗവാനൊന്നും പറയാനില്ല. നമ്മൾ
നമുക്ക് നന്നാവണം, സമാധാനം വേണം എന്നുണ്ടെങ്കിൽ സാത്വികം കഴിച്ചോളൂ, അല്ലെങ്കിൽ ഇതങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇനി യജ്ഞത്തെ പറ്റി 3. അഫലാകാംക്ഷപുർ യജ്ഞ വിധിദൃഷ്ടോ യ യുജ്യതേ യഷ്ടവ്യമേവേതി മന സമാധായ സാത്വിക. യജ്ഞം എന്ന് പറയുന്നത് പരോപകാര കർമ്മം, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടത് മടക്കി കൊടുക്കുക. ഇതതിൻ്റെ അർത്ഥം. 3 അതിനുള്ളൂ: പ്രകൃതി, സമുദായം, ശരീരം. നമ്മുടെ 3 ആ പ്രകൃതിയിൽ വരുന്ന നഷ്ടം തീർക്കുന്നതിന് പേര് യജ്ഞം, സമുദായത്തിൽ നിന്ന് വരുന്ന നഷ്ടം തീർക്കുന്നതിന് പേര് ദാനം, ശരീരത്തിന് വരുന്ന നഷ്ടം തീർക്കുന്നതിന് പേര് തപസ്. യജ്ഞ, ദാന, തപം വെറുതെ പറയുന്നില്ല. യജ്ഞം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിലനിർത്തുക, ദാനം സമുദായത്തെ, മറ്റ് ശരീരത്തെ. എത്ര മനസ്സിരുത്തി അതൊക്കെ പറഞ്ഞത് നമ്മളിതൊന്നും അറിയാണ്ട് അതൊന്നും പലർക്കും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആ യജ്ഞം തുടങ്ങുന്നു. എന്താണത്? അഫലാകാംക്ഷിപ്പർ യജ്ഞം. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല ഈ യജ്ഞം ചെയ്തത്. കാരണം ഇപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ കഴിക്കുന്ന മാങ്ങയും ചക്കയും നാളികേരും ഒക്കെ ആരോ എൻ്റെ കാരണവന്മാർ അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി തരണം. അവരിതൊന്നും കഴിച്ചില്ലല്ല, ഞാനിത് കഴിക്കണേ. അപ്പോൾ എൻ്റെ ചുമതലയാണ് അതൊക്കെ ഇപ്പോൾ വലുതാവുന്നതിൻ്റെ മുമ്പ് വേറെ തയ്യ് വെച്ചിട്ടുണ്ടാക്കേണ്ടത്. ഇതിൻ്റെ മാങ്ങ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ നാളികേരം എനിക്ക് കിട്ടിച്ചിട്ടല്ല, മറ്റേത് ഞാനിപ്പോൾ കിട്ടണമല്ലോ, അത് പോലെ ഉണ്ടാവണം. ഈ ഭാവന ചെയ്യണം എന്ന് പറയുന്ന യജ്ഞം. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത്. മൂത്രം ഒഴിക്കലുണ്ട്, അതൊന്ന് തെങ്ങിൻ്റെ കിടക്കൽ കാണുന്നതിന് എന്താ വിരോധം? മണം ചീത്തതരമില്ല, അത് ഉണ്ടാവും. അത് ചെയ്യില്ല, നമ്മൾ അത്ര വരെ ശ്രദ്ധിക്കില്ല, അതൊക്കെ വെറുതെ കളയാണ്. അപ്പോൾ അഫലാകാംക്ഷ യജ്ഞ വിധിദൃഷ്ടോ, വിധി ദൃഷ്ട, അതിൻ്റെ റൂൾസ് അറിഞ്ഞിട്ട് യജ്ഞതേ, യജ്ഞ ഈ യജ്ഞത്തെ ചെയ്യുന്നത് അയാൾ യഷ്ടവ്യമേവേദി മന, ഇത് ഞാൻ ചെയ്യേണ്ട കടമയാണ്, എൻ്റെ ചുമതലയാണ്, എൻ്റെ കർത്തവ്യമാണ്. കർത്തവ്യം എന്നുള്ള വാക്കിന് ഞാൻ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ കർത്തവ്യമുള്ളൂ. എനിക്ക് ചെയ്യാത്ത കാര്യം എൻ്റെ കർത്തവ്യമല്ല. ഇപ്പോൾ എനിക്ക് പ്രായമായി, ഇപ്പം ഒന്ന് പോയി സമ്പാദിച്ചുകൊണ്ടില്ല എൻ്റെ കർത്തവ്യമല്ല. അതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗകര്യമുണ്ട് ഇവിടെ. അതുമാതിരി ഒരു ചെറിയ കുട്ടി, അയാളുടെ കർത്തവ്യം കളിക്കലും കുറച്ച് പഠിക്കലും മാത്രമേ ഉള്ളൂ. കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വമേധയാ വിഷമമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിനാണ്. ഏറ്റവും വലിയ ജീവൻ്റെ കർത്തവ്യം ഞാൻ ആത്മാവാണെന്ന് അറിയലാണ് ജീവിതത്തിൻ്റെ കർത്തവ്യം. അത് മറന്നാൽ ഒന്നും നടക്കില്ല. സമാധായ സാത്വിക, അങ്ങനെയുള്ള യജ്ഞം സാത്വിക യജ്ഞമാണ്. ഇനി രാജസം അഭിസന്ധായത് ഫലം ദംഭാർത്ഥമഭി ചെയ്വചൽ യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. സിമ്പിൾ എന്ന് തോന്നുന്നു എനിക്ക് പറയുമ്പോൾ. അഭിസന്ധായ, സന്ധാനം സന്ധിക്കുക, കൂട്ടിച്ചേർക്കുക. എന്തിന്? ഫലം ചെയ്യുന്നതിനൊക്കെ ഫലം കിട്ടണമെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മറ്റതിന് ഫലം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഫലത്തിലല്ല, അതിൻ്റെ പ്രവൃത്തിയിലാണ് അവിടെ മനസ്സ്. അത് നേരെയാവണമെന്നാണ്. ഇവിടെ അങ്ങനെയല്ല. പ്രവൃത്തിയിലല്ല പ്രധാന കാര്യം, അതിൻ്റെ ഫലത്തിലാണ് വളരെ വ്യത്യാസം വന്നു. നമ്മൾ നന്നായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാവും, നമുക്ക് ശ്രമിക്കേണ്ടതില്ല. എങ്കിലും എന്ത് വേറൊരാൾ കൊണ്ടുപോകുന്ന പരിഭ്രമ, അത് പാടില്ല. അതാണുള്ളത്. അഭിസന്ധായത് ഫലം ദംഭാർത്ഥം. ദംഭ് കൊണ്ടും ഞാൻ കേമനാണ് അല്ലേ, ദർപ്പം കൊണ്ടല്ലോ മുമ്പ് പറഞ്ഞല്ലോ, ആ ദുർഗുണങ്ങളാണ് അയാൾക്കുണ്ടാവുക. അങ്ങനെയുള്ള ആള് യുജ്യതേ ഭരതശ്രേഷ്ഠ, ആരാണോ ഈ യജ്ഞം ചെയ്യുന്നത് അയാളും യജ്ഞമൊക്കെ ചെയ്യും. എങ്ങനെയാണ്? ഞാനാ കേമെന്ന് വളർത്തലൊക്കെയാണ്. അയാൾക്ക് ഈ സാമുദായിക സ്നേഹഭാവനയൊന്നുമല്ല, അഹംഭാവം ദംഭകാരിയാണ്. അങ്ങനെയുള്ള ആളുടെ ആ യജ്ഞം രാജസാണ്. വെച്ചാൽ ആ മാതിരി യജ്ഞം നമ്മൾ ചെയ്യരുത് എന്നർത്ഥം. പിന്നെ 3ാമതൊരു കൂട്ടുണ്ട്. വിധിഹീനം അദൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷത. ഒരു പ്രയാസമില്ല, വേഗം മനസ്സിലാവും. എന്താണ് വിധിഹീനം? വിധി നിയമങ്ങൾ, ഓരോ കാര്യം ചെയ്യുന്ന നിയമങ്ങളുണ്ട്. അതൊന്നുമില്ല. അസൃഷ്ടാന്നം, ഭക്ഷണം പോലും കൊടുക്കില്ല. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭക്ഷണം ആവശ്യമുണ്ടോ? ഇല്ല. മന്ത്രഹീനം, മന്ത്രം എന്ന് വെച്ചാൽ മനന ത്രായതേ ഇതി മന്ത്ര എന്നാണ്. മനനം കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ മന്ത്രത്തിനും അതിൻ്റെ ഭാവന ഉണ്ടാവണം. ആ മന്ത്രഹീനം. അദക്ഷിണം, ദക്ഷിണ
ഭാഗവതത്തിൽ ദക്ഷിണാളയന് ജ്ഞാന സന്ദേശം നടത്താണ്, അല്ലാണ്ട് പണം കൊടുക്കുന്നില്ല. അതുമാതിരി ഇതിൻ്റെ ജ്ഞാനം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അതൊന്നും ഇല്ല, ചെയ്യുന്നില്ല, ഇയാൾക്ക് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളത് അപ്പോൾ അയാളെ ഈ ശ്രദ്ധാവിരഹിതം ആ യജ്ഞം താമസം പരിചക്ഷത. അത് താമസം വെച്ചാൽ ഒന്നിനും കൊള്ളില്ല, അയാൾക്കും ഉപകാരമില്ല, നാട്ടുകാരനും ആർക്കും ഉപകാരമില്ല. അതിൻ്റെ അർത്ഥം ഇതിലിപ്പോൾ ഏത് വേണമെന്നൊന്നും ഭഗവാൻ പറയണില്ല. 3 പറഞ്ഞു. നമ്മൾ ഇവരോട് പറയാണ് സാത്വികം എടുക്കണം. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ രജസവും അതിൻ്റെ വിഷമമുണ്ടാവും. താമസമാണെങ്കിൽ എന്താ ഇപ്പം ഇന്ന് കാലത്ത് ഈ പരാക്രമവും ലോകത്തിൽ കാണുന്ന കൺഫ്യൂഷൻ മുഴുവനും ഇപ്പം നമ്മൾ ശരിക്കും താമസ ഒരു രാജ്യത്തിലാണ്. മനുഷ്യനും തമ്മിൽ ബന്ധമില്ലാത്ത മാതിരിയാണ്. കാരണം ഈ മാതിരി യജ്ഞമല്ല, പരോപകാര കർമ്മം ചെയ്യുന്നതെന്നൊക്കെ ഒന്നുമില്ല, എന്തൊക്കെ ഞാൻ പ്രമാണിയാവണമെന്ന് വിചാരിച്ച് കാട്ടി കൂട്ടുന്ന കാര്യങ്ങളാണ്. അടുത്തത് ദേവ ദ്വിജ ഗുരു പ്രാജ്ഞം ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസാച ശരീരം തപ ഉച്യത്തെ. ഈ തപസ് എന്നുള്ളതിന് ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളത് കാമത്യാഗ തപസ്മൃത. അപ്പം ശരീരത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആ തപസ് എന്താ പറയുന്നത്? ദേവ ദ്വിജ ഗുരു പ്രാജ്ഞം. ദേവൻ എന്ന് പറഞ്ഞാൽ ശക്തികൾ, ദ്വിജൻ സംസ്കാരമുള്ള, അതെ, പൂർണ്ണലിട്ട ആളുടെയല്ല, രണ്ടാമത്. ഇവിടെ ഈ ലോകത്തിൽ ആരും ശാരീരികമായിട്ട് രണ്ടാമത് ജനിച്ചവരെ ഇന്നേവരെ കേട്ടിട്ടില്ല. വളരെ മോശമായ സംസ്കാരമുള്ള ആൾ നല്ല സംസ്കാരമായിട്ട് വളർന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്ന തെറ്റങ്ങനെയാണ്. ഇവിടെ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനക്കിൽ ജനിച്ചാൽ ദ്വിജനായി എന്നാണ്. അയാൾ ദ്വിജനായിട്ടില്ല, ഏകജനയായിട്ടുള്ളൂ, ദ്വിജനനേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. നാരായണസ്വാമി വന്ന വലിയ ദ്വിജന, കാരണം മാറി വളർന്നുവല്ലോ. അപ്പോൾ ദേവ ദ്വിജ ഗുരു, ഗുരുനാഥൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഗുരു പ്രാജ്ഞൻ, പ്രജ്ഞയുള്ള ആൾ, വിവരമുള്ള ആൾ, അവരെയൊക്കെ പൂജിക്കുക. പിന്നെ ശൗചം, എന്താ ശൗചം? പൊട്ടലില്ലാതിരിക്കുക. എന്തിനോട്? ജിഹ്വോപസ്ഥജയോ അല്ല എന്താ, ഈ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് ഫലത്തിനോടുകൂടി ഒട്ടലില്ലാതിരിക്കുന്നില്ലേ, അതിൻ്റെ പേരാണ് അത്. ശൗചം ആർജവും ഭാഗവതിൽ ഓർമ്മ വരുന്നില്ല. കർമ്മസ്വസംഗമ ശൗച, കർമ്മങ്ങളോട് സംഘമില്ലാതിരിക്കുക, കർമ്മം ചെയ്യണം, അതാണ് ശൗചം. ആർജവം നേരെ, ഋജുരേഖ എന്ന് നമ്മളുള്ളൂ, ഋജുരേഖ എന്നുള്ളതിന് നേർരേഖ എന്നർത്ഥമാണ്. അപ്പോൾ ആർജവം ഒരു കാര്യം വളവും തിരിവൊന്നുമില്ല, പറഞ്ഞാൽ അത് അതുപോലെ തന്നെ ചെയ്യും. ആർജവം. ബ്രഹ്മചര്യം അഹിംസ, ഈ വാക്ക് എപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പലരും കേൾക്കുന്നത് കല്യാണം കഴിക്കാതിരുന്ന ബ്രഹ്മചാരി എന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ബ്രഹ്മചര്യം എന്നുള്ളത് ശരീരത്തിൻ്റെയാണ്. നിങ്ങൾ അധികം ഭക്ഷണം കഴിച്ചാൽ ബ്രഹ്മചര്യം പോയി, അധികം സിനിമ കണ്ടാൽ ബ്രഹ്മചര്യം പോയി. അതായത് ഇന്ദ്രിയങ്ങളെ വേണ്ട മാതിരി ഒതുക്കി നിൽക്കുന്നതിൻ്റെ പേരാണ് ബ്രഹ്മചര്യം. അപ്പോൾ ഈ എന്താണ്, പുത്രോത്പാദനത്തിൻ്റെ ഇന്ദ്രിയം നേരെ നിർത്തണമല്ലോ, അല്ലല്ലോ, അത് താഴ്ന്നതാണ്. കാരണം ജിഹ്വയും ഉപസ്ഥത്തെയും ജയിച്ച ആളെ ധൈര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യം. പിന്നെ അഹിംസ, അതിനും ആളുകൾക്കൊരു വിചാരമുണ്ട്, എന്തെങ്കിലും അടിച്ചാൽ ഞാൻ കൊള്ളുന്നതിന് അഹിംസ. അതിന് ഭീരു എന്നാണ് പേര്. അഹിംസ അതല്ല. അഹിംസയുടെ പ്രധാന കാര്യം എന്താണത്? അഹിംസ മനസ്സിൻ്റെയാണ്. കാരണം പൂർണ്ണ അഹിംസനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഡോക്ടർ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അഹിംസയാണ്. കാരണം അവിടെ സ്നേഹമാണ്, ഈ ആളുടെ സൂക്കട് മാറാനാണ്. അല്ലാണ്ട് ഒരാളെ കൊല്ലലും കൊല്ലാതിരിക്കലും ഒന്നും അല്ല അഹിംസ. അതുകൊണ്ട് മറ്റുള്ള ആരോട് ഒക്കെ നമുക്ക് സ്നേഹമുണ്ടോ അവരെ ആരും നമ്മൾ ഹിംസിക്കില്ല എന്ന് മാത്രമല്ല പ്രേമിക്കുകയും ചെയ്യും. ഈ വാക്കുകൾ പലരും അറിയാണ്ടേ അഹിംസ എന്നോട് ചിലരൊക്കെ വിഡ്ഢിതം എന്ന് ചോദിക്കുകയും, അഹിംസ പോത്തുങ്ങനെ ഓടിക്കൊണ്ട് വന്നാൽ അഹിംസ പറ്റുക ചോദിച്ചു. ആരപ്പം പറഞ്ഞു ചോദിച്ചു, പോത്തിങ്ങനെ വരുമ്പോൾ അതിന് അഹിംസ അതിന് ഭ്രാന്തെന്നാ പേര് പറഞ്ഞു. വിവരക്കടന്ന് പോത്ത് വരുമ്പോൾ നോക്കാറിയാം, അത് മാറി നിൽക്കണം. അതിനെ ഒന്നാം ചെയ്യാം, അതിനെ തല്ലി കൊല്ലാന്ന് കണ്ട ഇത്തിരി വിവരമുള്ളതാണെങ്കിൽ മെല്ലെ ഒരു കയറിട്ട് കെട്ടി പിടിച്ചിട്ട് ആ മരത്തമ്പിലൂടെ കെട്ടും, അതിനെ കൊണ്ട് തുയരക്കെട്ടില്ല. ഇത് അഹിംസ, അവർ ബുദ്ധിയാണ്, അല്ലാണ്ട് മറ്റേത് എന്തെങ്കിലും പറഞ്ഞല്ല. പലരും അങ്ങനെ വിചാരിക്കാറുണ്ട്. ഇങ്ങോട്ട് കൊണ്ട തല്ലിയ വിട്ട് നോക്കിയിരിക്കുന്നത് അഹിംസ. ഭീരു എന്നതിന് പേര് അല്ലേ, എന്നാലും ഭേദം ഹിംസയാണ്. അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചിട്ടും ചെയ്യാതിരിക്കുന്നതിനാണ് അഹിംസ അല്ലേ. അഹിംസ അതൊക്കെ ശരീരം ശരീരത്തിൻ്റെ തപസ്സാണ്.
മറ്റത് മുമ്പ് പറയുന്നത് ഈ തപസ്സല്ല, ഇത് ശരീരത്തിൻ്റെയാണ്. അനുദ്വേഗകരം വാക്യം വിട്ടിട്ടില്ലല്ലോ, നമ്പർ വിട്ടില്ല. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്ചത്. ഇനി വാക്കിൻ്റെ ഇത് പറയണം. അനുദ്വേഗകരം പറയണ വാക്ക് കേട്ടാൽ ഒരു ഉദ്വേഗം എന്ന് പറഞ്ഞാൽ എന്നുള്ള പരിഭ്രമശാത് അതായത് പരിഭ്രമിക്കുക, അങ്ങനെയുള്ള വാക്ക് പറയരുത്. അനുദ്വേഗകരം വാക്യം സത്യം പറയാവൂ. പ്രിയവും പറയണം. ച യത് ഇവിടെ ഒരു നിയമമുണ്ട്. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം. പ്രിയം ച നാനൃതം ബ്രൂയാൽ ഏഷ ധർമ്മ സനാതന. കേട്ടിട്ടുണ്ടോ അറിയില്ലേ ശ്ലോകം? സത്യം പറയണം, സത്യം ബ്രൂയാൽ. പ്രിയം ബ്രൂയാൽ പ്രിയമുള്ളതും പറയണം. സത്യം മാത്രമല്ല പ്രിയണം. സത്യം ന ബ്രൂയാൽ സത്യം അപ്രിയം. സത്യമാണ് അത്, പക്ഷേ അയാൾക്കതുകൊണ്ട് അപ്രിയം ഉണ്ടാവുമായിരിക്കുക. ഇപ്പോൾ ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അത് ഞങ്ങളെ അറിയിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അതിൻ്റെ ഓടി ചെന്നിരുന്നാൽ നിങ്ങളുടെ മകൻ മരിച്ചിരിക്കണമെന്ന് പറഞ്ഞ ഒരു സന്തോഷം എനിക്കെന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാനേ അത് പറയേണ്ടത്. അപ്രിയമാണെങ്കിൽ സത്യം പറയാണ്ടിരിക്കുക നല്ലത്. അത് മറ്റൊരു ഒന്ന് പറയാം. പിന്നെ പ്രിയം ചെന്നാ അനൃതം പ്രിയൽ. പ്രിയാണെന്ന് വിചാരിച്ചൊരു കളവ് ഒരിക്കലും പറയാൻ പാടില്ല. ഏഴധർമ്മ സനാതന. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. സത്യം പ്രിയം ഹിതം ച യത് ഇങ്ങനെ പറയണത്. അങ്ങനെയുള്ള സ്വാധ്യായം താൻ ആരാണെന്ന് ധരിക്കാം. സ്വാധ്യായ അഭ്യസനം ചെയ്യുക. വാങ്മയ തപ വെച്ചത് ഈ വാക്കിൻ്റെ തപസ്സാണത്. പിന്നെ മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹം ഭാവസംശുദ്ധി ഇത്യേതൽ തപോ മാനസമുച്യതേ. പ്രസാദം വെള്ളത്തിൻ്റെ പ്രസാദം എന്നുള്ളതിനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചളി ഉണ്ടാവാൻ പാടില്ല, രണ്ട് ഇളക്കം ഉണ്ടാവാൻ പാടില്ല. അപ്പം മനസ്സിൽ എന്താണെന്ന് പാടില്ല? മനസ്സിന് ചളി ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്. ഇളക്കം എന്താണെന്ന് പറയുന്നത്? അത് ഇളക്കം എന്ന് പറഞ്ഞതാ അല്ല, വീണ്ടും സങ്കല്പം ചുരുങ്ങണം. എന്നാലേ സങ്കല്പം ചുരുങ്ങണം. ഉള്ള സങ്കല്പം നല്ലതും ആവണം. മുഴുവൻ സങ്കല്പം വിട്ടാൽ പിന്നെ മനസ്സില്ല. ആ മനഃപ്രസാദ സൗമ്യന അല്ലേ മൗനം. നോക്കൂ, ഇവിടെ ഈ മൗനം മനസ്സിൻ്റെയിലാണ് വെച്ചിട്ടുള്ളത്. മറ്റേന് നിശബ്ദതയും മൗനവും തമ്മിൽ വ്യത്യാസമുണ്ട്. മിണ്ടാണ്ടെങ്കിലും മൗനമല്ല. അത് പലതുകൊണ്ടും ആവാം, പേടിച്ചിട്ടും ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വിചാരം പുറത്ത് പറഞ്ഞാൽ അത് അവകട വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. ഇവിടെ മൗനം എന്നുള്ളതിന് മനസ്സൊതുങ്ങുക. അതുകൊണ്ടാണ് മുനി എന്ന വാക്ക് ഈ മൗനത്തെന്ന് തോന്നുന്നത്. അയാളുടെ മനസ്സ് ശാന്തനം. മൗനം ആത്മവിനിഗ്രഹം. ആത്മാവ് എന്ന് വെച്ചാൽ ബോധം തന്നെ, അതിനെ ഇരിക്കാം. ഭാവസംശുദ്ധി എന്താ ഭാവം? സദ്ഭാവങ്ങൾ. ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് തന്നെ ഇത് മതി. ഇപ്പോൾ എന്താണ്, ഒരാളെ കൊല്ലാൻ പാടില്ല, അത് ചോദിക്കേണ്ട. അത് മാതിരി കളവ് പറയാൻ പാടില്ല. ഇതൊക്കെ സദ്ഭാവങ്ങളാണ്. ഇത് സംശയം ചോദിച്ചിട്ടൊന്നും ആവരുത്. കുറേ നല്ല സദ്ഭാവങ്ങൾ നമുക്ക് മനുഷ്യന് വളർത്തണം. ഇപ്പോൾ ശുചീകരണ ഭാവന ഉണ്ടാവണം, അല്ലേ? അപ്പോൾ കക്കാത്തത് എന്നെ പോലീസ് പിടിപ്പിച്ചിട്ടായ അത് ശരിയൊന്നുമല്ല. കക്കുന്നത് ശരിയല്ല എന്ന ഭാവന കൊണ്ടാണ് 99 ആളും കക്കാത്തത്. അതുമാതിരി തന്നെ ഇപ്പോൾ ഒരു ടാപ്പ് തുറന്നു കൊടുക്കണു, അത് കണ്ടാൽ അടയ്ക്കണമെന്ന് തോന്നണം നമുക്ക്. അതൊന്നും ആ ഭാവനയില്ല ഇവിടെ. എന്താണ്, ജപ്പാനിലൊക്കെ ഒരു കടലാസിൻ്റെ കഷ്ണം കണ്ട കുട്ടികൾ എടുത്തിട്ട് അത് പറക്കി അവിടെ കൊടുത്തിട്ട് ആ ഭാവന, ശുചിത്വ ഭാവന, സ്നേഹഭാവന, രാജ്യഭാവന, ഈ ഭാവനകൾ വളർത്തണം. ആ ഭാവസംശുദ്ധി ഇത്യേതൽ തപോ മാനസമുച്യതേ. ഇതൊക്കെ മനസ്സിൻ്റെ തപസ്സാണ്. ആ മനസ്സിനെ പഠിപ്പിക്കുക, അത് സാധിക്കണം. ശ്രദ്ധയാ പരയാ അങ്ങനെയുണ്ട്. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തൽവിധം നരേ അഫലാ കാംക്ഷിപുർ യജ്ഞർ സാത്വിക പരിചക്ഷതേ. ശ്രദ്ധയാ പരയാച്ച ശ്രേഷ്ഠമായ. ഇവിടെ ചിലത് വിട്ടെന്നർത്ഥമുണ്ട്, ഇവിടെ അല്ല. അങ്ങനെ ശ്രദ്ധയോട് തപസ്തൽ ത്രിവിധം നരേ 3 തരത്തിൽ ഈ തപസ് ചെയ്യാറുണ്ട്. അതുണ്ട്. അങ്ങനെയാണ് അഫലാകാംക്ഷിത യുക്ത. ഫലം എനിക്ക് കിട്ടണം എന്ന ആഗ്രഹമില്ല.
അഫലം എന്ന് വെച്ചാൽ ഫലം ഉണ്ടാവരുതെന്നല്ല. ഒരു പണിയെടുത്തിട്ട് ഫലം ഉണ്ടാവണമെങ്കിൽ എന്താ ഒരു കൊള്ളതായി അല്ലേ? ഫലം ഉണ്ടാവണം, എനിക്ക് മാത്രം കിട്ടണമെന്ന് അതായത് മമത, അത് പോകാൻ അഫല, അത് സാത്വികമാണ്. അങ്ങനെ ചെയ്യുന്ന ആ തപസ്സുണ്ടല്ലോ, തപത്തിനെ പറ്റി പറഞ്ഞ്, അത് സാത്വികമാണ്. തനിക്ക് മാത്രം കിട്ടണമെന്നില്ല, എല്ലാവർക്കും കിട്ടണം, താൻ പണിയെടുക്കുകയും ചെയ്യും. ഇനി സർക്കാരമാണ് പൂജാർത്ഥം തപോ ദംഭേന ചെയ്വയൽ ക്രിയതേ തദ്ദേഹ പ്രോക്തം രാജസം ചരം അധ്രുവം. ഇവിടെ സത്കാര, എന്നെ എല്ലാവരും സത്കരിക്കണം, പൂജിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലതൊക്കെ കാട്ടിക്കൂട്ടുക. സത്കാരമാണ് അർത്ഥം. പൂജാർത്ഥം എന്നെ പൂജിക്കണം, ഞാൻ ബഹുമാന്യനാണെന്ന് അത് കാണിക്കാൻ വേണ്ടി ഞാനൊരു തപസ്സൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ചെയ്യും. താടി വളർത്തുകയോ അല്ലെങ്കിൽ തലവണ്ടി ഒട്ടടിക്കുകയോ ഒക്കെ ചെയ്തൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ സന്യാസിയാണെന്ന് തോന്നണം എന്നാ. സന്യാസിക്ക് ഇതിനൊന്നും യാതൊരു ആവശ്യമില്ല അല്ലേ? അപ്പോൾ ദംഭേന, ദംഭം ഇല്ലാത്തതുണ്ടെന്ന് കണ്ടുപിടിക്കലാണ്, ഉണ്ടാക്കലല്ലേ ചെയ്യുന്നത്. ക്രിയതേ തദിഹ, അങ്ങനെ ആരാണോ ചെയ്യുന്നത് അതിനെ രാജസം എന്ന് പറയും. ഛലം അധ്രുവം, അത് എന്നും നിൽക്കില്ല, കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ. കാരണം അവനിൽ ഒഴുകി ചേർന്നിട്ടില്ല. മൂഢഗ്രാഹേണ ആത്മന യത് പീഡയാ ക്രിയതേ തവ പരസ്യോത്സാദനാർത്ഥം വാ തത് താമസം ഉദാഹരണം. മൂഢൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വിവരമില്ലാത്തവൻ. എന്തിനെ പറ്റിയിട്ട്? ശാസ്ത്ര വിവരമില്ലാത്തവൻ. മൂഢൻ ഒന്നും നിശ്ചയമില്ലാത്തവനല്ല. അത് അങ്ങനെ അല്പം ചിലരുണ്ട്, അല്ലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശാസ്ത്രം പഠിക്കാണ്ട് ശാസ്ത്രം പഠിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ വരെ. മൂഢഗ്രാഹേണ ആത്മനോ യത് പീഡയാ ക്രിയത, പലതരം 41 ദിവസം ഒരിക്കലെടുക്കുക, അല്ലെങ്കിൽ പല ഈ ആണിൻ്റെ മുകളിൽ തന്നെ കയറിക്കുന്ന ആളൊക്കെ കണ്ടിട്ട് നാവിൻ്റെ മുകളിൽ കൂടി ശൂലം കൂട്ടി ചേർത്തുക, അങ്ങനെ കണ്ടല്ലോ. ആ മരുന്നതൊക്കെ വെറുതെ മൂഢനാണ്. അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവമാക്കാനായിട്ട് ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ തൽ താമസം ഉദാഹരണം, അത് ഒരു ഉപകാരമില്ല. മനുഷ്യന് അതുകൊണ്ടൊരു വളർച്ചയോ ഈ ദ്വിജനോ ഒരു സംസ്കാരമൊന്നും ഉണ്ടാവില്ല. അത് പറ്റില്ല പറഞ്ഞു. ഇനി ദാനത്തിൻ്റെ കൂടി. ദാതവ്യം ഇത് യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേജ പാത്രേജ തദ്ദാനം സാത്വികം സ്മൃതം. ദാനം എന്ന് പറയുന്നതൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഭാഗവത് രസ പറഞ്ഞത് അല്ല, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവിക്കാൻ നമുക്കൊരു കഴിവുണ്ട്, അത് ഉപദ്രവിക്കാതിരുന്നാൽ തന്നെ വലിയ ദാനമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കട്ടുറുമ്പ് വേണം, അതിന് കടിക്കാറ്, അതൊന്നും കടിക്കില്ല വയ്ക്കുക, അതിനും ദാനം. അപ്പോൾ എല്ലാവർക്കും ദാനം ചെയ്യാൻ പറ്റണം ഇവിടെ. അല്ല മറ്റേ മുതൽ മാത്രമുള്ളെങ്കിൽ നമുക്ക് ദാനം സാധിക്കാണ്ടേ വല്ലോ, ഇല്ലാത്ത ആളെന്താ ചെയ്യുക? ഭാഗവതം അങ്ങനെയാണ്. ഇവിടെ എന്താണ് ദാതവ്യമിതി, ഈ ദാനം ശരിക്ക് സമുദായത്തിൻ്റെ അത് നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് മടക്കി കൊടുക്കണം. ഞാൻ ഇത് ചെയ്യേണ്ടതാണ് എന്ന് അറിഞ്ഞിട്ട് യദ്ദാനം ദീയതേ അനുപകാരിനെ, ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ അങ്ങോട്ട് കടപ്പെട്ടുള്ളത് കടം വീട്ടുകയാണ് ദാനം, അല്ലാണ്ടൊരു സ്കാമൊന്നുമില്ല. ഞാൻ ശങ്കരാചാര്യ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ദാനം സമവിഭജനം, അതായത് സോഷ്യലിസം സ്വയം ഉണ്ടാക്കുക. രണ്ട് തരക്കാർ, ജ്ഞാനമുള്ളവരും ശക്തിയുള്ളവരും. അവർ ബുദ്ധിമാന്മാരാണെങ്കിൽ ഈ സമവിഭജനം ചെയ്യും. അപ്പോൾ അവർക്കും സന്തോഷമായി, മറ്റവർക്കും സന്തോഷമായി. തിരി കഴിഞ്ഞാൽ പിന്നെയും പണക്കാരാവും, അപ്പോഴും കൊടുക്കും. അപ്പം നമ്മുടെ ഇത് നിർബന്ധ സോഷ്യലിസമാണ്. അപ്പോഴാണ് തമ്മത്തിലൊക്കെ വേണ്ടത്. ഇതല്ല, ആ ദാനം ദേശേ കാലേജ പാത്രേജ, ദേശം നോക്കണം, എവിടെ ഓരോ ദേശത്തിനനുസരിച്ച് വേണം, കാലത്തിനനുസരിച്ച് വേണം. പാത്രം എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യനാണോ വാങ്ങാൻ, തദ്ദാനം സാത്വികം സ്മൃതം, അതിനെ സാത്വികം എന്ന് പറയണം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ പുനഃ ദീയതേജ പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. അങ്ങോട്ട് കൊടുത്താൽ അത് ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചാൽ കൊടുക്കുക. അപ്പോൾ അവിടെ കച്ചവടമാണ്, ദാനമല്ല. പ്രത്യുപകാരം ഫലമുദ്ദിശ്യ, അങ്ങോട്ട് രാജ്യങ്ങളൊക്കെ അതിന് അങ്ങോട്ട് കടം കൊടുക്കും, അതിന് കഴിഞ്ഞ് അങ്ങോട്ട് തരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ മരുന്ന് കൊടുക്കുക. ദീയതേച്ച വളരെ ബുദ്ധിമുട്ടിയിട്ട് കൊടുക്കുക, അത് രാജസാണ്. അതുകൊണ്ട് വലിയ ഗുണമില്ല. എന്നാലും ചിലപ്പോൾ അതൊക്കെ അത്യാവശ്യം വന്നേക്കാം, എങ്കിലും സാത്വികമാവണം. മറ്റൊന്നുമില്ല. അദേശകാലേജ യദ്ദാനം അപാത്രേഭ്യച്ച ദീയതേ അസത് കൃതം അവജ്ഞാതം തത് താമസം ഉദാഹരണം. ആ ദേശകാലേ, ദേശവും കാലവും ഒന്നും നോക്കാണ്ട്, ഇന്ന ദിക്കിൽ ചില ദിക്കിൽ ദേശത്തിൽ ആവശ്യമുണ്ടാവും, അവർക്ക് അത് കൊടുക്കണം. കാലം നോക്കണം, ഇതൊന്നും നോക്കണില്ല. അവന് യദ്ദാനം
അപാത്രേഭ്യ. ഇപ്പോൾ മഹാക്രൂരനായിട്ടുള്ളുണ്ട്, അവൻ്റെ കയ്യിൽ ഒരു ബോംബ് കൊടുത്തൂല. കാരണം അവൻ എവിടെയെങ്കിലും കൊണ്ട് പൊട്ടിക്കും. ബോംബ് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടാവും, വേറെ നല്ല ഉപകാരത്തിന്, മനുഷ്യനെ കൊല്ലാനല്ല. അതാവാം. അപ്പോൾ പാത്രമാണോ അല്ലയോ നോക്കി, പാത്രം വെച്ചാൽ അതിന് യോഗ്യനാണോ നോക്കിയിട്ട് വേണം ദാനം ചെയ്യാൻ, അല്ലേ? അപ്പോൾ കുട്ടിയാണ്, ചെറിയ 2-3 വയസ്സേ ഉള്ളൂ. ദാനം എൻ്റെ ഒക്കെ ഒരു ബ്ലേഡ് ഇരിക്കട്ടെ പറഞ്ഞു കൊടുത്താൽ അവൻ ആ ബ്ലേഡ് കൊണ്ട് അവൻ്റെ മേലൊക്കെ മുറിക്കും. അവനത് കൊടുക്കുകയില്ല. ഇത് അത്രയും അർത്ഥം ഉണ്ടെന്ന് അർത്ഥം. ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ കലേച്ച അസൽക്കൃതം അവജ്ഞാതം, ഒരു വിലയില്ലാണ്ട് എന്നാൽ പിടിച്ചോ എന്നല്ലേ ധർമ്മക്കാരൊക്കെ വന്നാൽ കാശ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഭഗവാനും കൂടിയും കാശ് എറിഞ്ഞാൽ കൊടുക്കുന്നു. കുറേ വേണമെങ്കിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ദാനമല്ല, അതൊരു പാപണത്. തത് താമസം ഉദാഹരണം, ഇത് തമസ്സാണ് പറയുന്നത്. അടുത്തത് ഉള്ളത് കുറച്ച് പറയാനുണ്ട്, അത് അടുത്ത ദിവസം പറയാം.